ആശാനിൽ 150ഓളം പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഗപ്പി സിനിമാസ് പോലൊരു പ്രൊഡക്ഷൻ അത്രയും ഹിറ്റ്, ഇപ്പം രോമാഞ്ചം അവർ ചെയ്തു, ഗപ്പി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പം വളരെ താരമൂല്യമുള്ള ആരും ഇല്ല അതിൽ. ഇന്ദ്രൻ സേട്ടനും ജോമോനും ഉണ്ട്, അതിനകത്തുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ 150ഓളം പുതുമുഖങ്ങളുണ്ട്. അപ്പം അവർ എടുത്തൊരു വലിയ റിസ്ക് അല്ലേ അത്. പിന്നെ ഈ പറഞ്ഞ പോലെ DOP വിമലിൻ്റെ ആദ്യത്തെ സിനിമയാണ് DOP. ആദ്യമായിട്ട് അവൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ സൈഡിലുള്ള ഒരുപാടുണ്ട്. അപ്പം ആ ഒരു പ്രൊഡക്ഷൻ എടുത്ത റിസ്ക് നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് വലിയ കാര്യമല്ലേ. എത്രത്തോളം ആൾക്കാർ ആ ഒരു റിസ്ക് എടുക്കും. ഇപ്പം ഒരു പുതുമുഖത്തിനെ നമ്മൾ സിനിമയിൽ കാസ്റ്റ് ചെയ്താൽ പോലും ഡയറക്ടർ ഓക്കെ ഞാൻ ഇയാളെയാണ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പം ഒരു ഒരു പുതിയ സംവിധായകനാണെങ്കിൽ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു നോ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നോക്കുമ്പം ഞാൻ ആശാൻ സിനിമയിൽ നമുക്ക് ഒരുപാട് എല്ലാ സൈഡിലും ഒരുപാട് പുതിയ ആൾക്കാരെ കാണാം. എനിക്ക്